ഇന്ന് നമുക്കൊരു സിമ്പിൾ സാമ്പാർ ഉണ്ടാക്കിയാലോ? ഒരു കുക്കർ എടുത്ത് അതിലേക്ക് പരിപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളമിട്ട് അത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കുക. വിസിൽ വന്ന ശേഷം അത് തുറന്ന് അതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ഇടാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറി കുമ്പളങ്ങ, വാഴക്ക, മത്തൻ, വലിയ ഉള്ളി, ഒരു പച്ചമുളക് എന്നിവയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഇടുക. ഉപ്പും ഇടണം. അതിനുശേഷം വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ വെള്ളം പാർന്നിട്ടുണ്ട്. ശേഷം നന്നായി വെന്ത ശേഷം ഇതിലേക്ക് തക്കാളി, മുരിങ്ങക്കായ, വെണ്ടക്ക എന്നിവ ഇട്ട് നന്നായി തിളപ്പിക്കുക. ഇതിന് ശേഷം വിസിൽ അടുപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഒന്ന് വെന്ത ശേഷം പുളിവെള്ളം പാരുക. പുളിവെള്ളം പാർന്ന ശേഷം ഇതിൽ പുളിയും ഉപ്പും ഒക്കെ കറക്റ്റാണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് എണ്ണ പാർന്ന് ആദ്യം നമുക്ക് ഉള്ളിയും തേങ്ങയും ഒന്ന് വറുത്തെടുക്കാം. ഉള്ളി ഇട്ട ശേഷം തേങ്ങ നന്നായി ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കൂടി നമുക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വേപ്പിൻ്റെ ഇല ഇട്ട ശേഷം നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ശേഷം നമ്മുടെ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം കുറച്ച് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സാമ്പാർ പൊടി ഇടാം. സാമ്പാർ പൊടി എന്നിട്ട് ഈ എണ്ണയിൽ നിന്ന് വറുത്തെടുക്കാം. നമ്മൾ ഗ്യാസിൻ്റെ സിമ്മിലാക്കി വെക്കണം. ഇതിന് ശേഷം മാത്രമേ സാമ്പാർ പൊടി ഇടാൻ പാടുള്ളൂ. എന്നിട്ട് സാമ്പാറിൽ നിന്ന് കുറച്ച് സാമ്പാർ ഒഴിച്ചിട്ട് അതൊന്ന് ലൂസ് കൺസിസ്റ്റൻസി ആക്കുക. എന്നിട്ട് നമുക്ക് അത് ഒരു തുള്ളി പാകമാകുമ്പോൾ അത് നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സാമ്പാർ പരിപാടി. എന്നിട്ട് ഇതിൽ സാമ്പാർ ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിലേക്ക് കുറച്ച് കായപ്പൊടി ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മുടെ സാമ്പാർ അടിപൊളിയായിട്ടുണ്ട്. ഇതിൽ പുളിയും സാമ്പാറിൻ്റെ മസാലയും ഒക്കെ കറക്റ്റ് അല്ലേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്